ഗൈസ്, റെന ഫാത്തിമയും അനുമോളും തമ്മിലുള്ള വിഷയം ഇപ്പം ഏറെക്കുറെ കഴിഞ്ഞ് ശാന്തമായിട്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് സംസാരം നടക്കുകയാണ്. തുടങ്ങി വെച്ചത് ഒരു തമാശ രൂപേണ ആണ്, പക്ഷേ പിന്നെ അത് കാര്യമായി. അത് അനുമോളുടെയും റെനയും തമ്മിലുള്ള കാര്യമാണ്. രാവിലെ എണീറ്റിരുന്നാണ്, ഇപ്പോഴാണ് ആടി പൊട്ടിയത്. ഉള്ള കാര്യം പറയാമല്ലോ, രണ്ട് പേരെ ഭാഗത്ത് തെറ്റുണ്ട്. നിങ്ങൾ സംസാരിക്കാം, അതായത് അകത്ത് നിന്ന് നിങ്ങൾക്ക് അടിച്ച് നിന്ന് സംസാരിക്കാം. അച്ഛനമ്മയും ഇങ്ങനെയാണോ പഠിപ്പിച്ചത്, അങ്ങനെയാണോ, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടോ, അത് വേണ്ട. അത് റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങോട്ട് ഫാമിലി ഇങ്ങോട്ട് വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല. സംസാരിക്കണമെങ്കിൽ സംസാരിക്കണം. പിന്നെ റെനയുടെ കേസ് പറയണമെങ്കിൽ റെന പക്ക ഓവറാണ്. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്കെന്നാ ദേഷ്യം വന്ന്, എന്താണ് ഈ കുട്ടി ഇങ്ങനെ കാണിക്കുന്നത്? അങ്ങോട്ട് ഇരന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനുമോൾ ശരിക്കും റെന ശരിക്കും ട്രിഗർ ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷേ അതിൽ അനുമോൾ വീണ്, അതാണ് സത്യം. പക്ഷേ ഇത് ഒരുമാതിരി അങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ചൊറിയുക. ഇത് സത്യം പറയാലോ, ഇത് റെനയെ തന്നെ ബാധിക്കുകയുള്ളൂ. ഇപ്പം വെറുപ്പ് വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം ഒനീൻ്റെ ഒരു കേസിൽ ഇതുപോലെയായിരുന്നു. അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് വാങ്ങിച്ച് അങ്ങോട്ട് മോങ്ങിയതാണ്, നമ്മളെല്ലാം കണ്ടതാണ്. ഇത് ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം ഇറിറ്റേറ്റിംഗ്. ഇത് ഗെയിമൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും പോലെ ആവരുത്. കളിച്ചോ, പക്ഷേ അതിൻ്റെ ഒരു പരിമിതി ഇല്ലേ. ഇറിറ്റേറ്റിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു.